നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വയോധികരായ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ മനസ്സില്ലാത്ത മക്കളെയും ചെറുമക്കളെയും വീട്ടിൽ നിന്ന് ഒഴിപ്പിക്കണമെന്ന് സുപ്രീം കോടതി. ഉത്തർപ്രദേശുകാരനായ രവികാന്ത് ഗുപ്ത തന്റെ 81-കാരിയായ മാതാവിന്റെ സംരക്ഷണത്തിനായി സമർപ്പിച്ച ഹർജിയിലാണ് സുപ്രധാന ഇടപെടൽ. രവികാന്ത് വാങ്ങിയ വീട്ടിലാണ് മകനും കുടുംബവും വൃദ്ധ മാതാവും താമസിച്ചിരുന്നത്. എന്നാൽ കൊച്ചുമകനും ഭാര്യയും ചേർന്ന് മുത്തശ്ശിയെ ബലം പ്രയോഗിച്ച് മാറ്റി ഓൾഡ് ഏജ് ഹോമിലേക്ക് ആക്കി. ഇതിനെതിരെ സബ് ഡിവിഷൻ മജിസ്ട്രേറ്റ് അധ്യക്ഷനായ മെയിന്റനൻസ് ട്രിബ്യൂണലിനെ രവികാന്ത് സമീപിച്ചിരുന്നു. മകനെയും കുടുംബത്തെയും വീട്ടിൽ നിന്ന് ഒഴിപ്പിക്കാൻ ഉത്തരവും നേടി. എന്നാൽ മകന്റെ ഹർജി പരിഗണിച്ച അലഹാബാദ് ഹൈക്കോടതി ട്രിബ്യൂണൽ ഉത്തരവ് റദ്ദാക്കി. ഇതോടെയാണ് രവികാന്ത് പരമോന്നത കോടതിയെ സമീപിച്ചത്. അലഹാബാദ് ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കിയ സുപ്രീം കോടതി മുത്തശ്ശിയെ സംരക്ഷിക്കാത്ത കൊച്ചുമകനെയും ഭാര്യയെയും വീട്ടിൽ നിന്ന് ഇറക്കിവിടാൻ അനുമതി നൽകി. ജസ്റ്റിസുമാരായ PS നരസിംഹ, അലോക് ആരാധെ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. ട്രിബ്യൂണലിന്റെ അധികാരം മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലന ക്ഷേമ നിയമത്തിൽ സബ് ഡിവിഷൻ, ജില്ലാ മജിസ്ട്രേറ്റ് തലത്തിലെ ട്രിബ്യൂണലുകളുടെ അധികാരത്തെക്കുറിച്ച് പറയുന്ന ഭാഗം സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. മുതിർന്ന പൗരന്മാരുടെ പരിപാലനമോ സംരക്ഷണമോ ഉറപ്പാക്കാൻ ഒഴിപ്പിക്കൽ നടപടി അനിവാര്യമാണെങ്കിൽ ട്രിബ്യൂണലുകൾക്ക് അതിവേഗത്തിന് അത് നടത്താൻ അധികാരമുണ്ട്. വീട്ടിൽ നിന്നും വസ്തുവിൽ നിന്നും വ്യക്തികളെ ഒഴിപ്പിക്കാം. വാർദ്ധക്യത്തിൽ അവഗണന, അതുപോലെ തന്നെ അരക്ഷിതാവസ്ഥ, അപമാനം എന്നിവയുണ്ടാകുന്നത് ഒഴിവാക്കാനാണ് 2007 നിയമനം കൊണ്ടുവന്നത്. പിതാവിനെയും മാതാവിനെയും ദൈവത്തെ പോലെ കണ്ട് ബഹുമാനിക്കുമെന്ന് ഉറപ്പാക്കാനും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. വൃദ്ധസദനത്തിന്റെ പ്രതീകം. പരിഷ്കൃത സമൂഹത്തിന്റെ നിലവാരം അവിടുത്തെ വൃദ്ധർക്ക് നൽകുന്ന അന്തസ്സിലും ബഹുമാനത്തിലും സുരക്ഷയിലും പ്രതിഫലിക്കേണ്ടതാണെന്ന് കോടതി വ്യക്തമാക്കി. മതങ്ങളിലും സംസ്കാരങ്ങളിലും നാഗരികതയിലും മുതിർന്ന പൗരന്മാരെ പരിചരണം ആവശ്യമുള്ള ആശ്രയരല്ല കാണേണ്ടത്. കുടുംബങ്ങളെയും സമൂഹത്തെയും ഒരുപോലെ സമ്പന്നമാക്കുന്ന ജ്ഞാനത്തിന്റെയും അനുഭവത്തിന്റെയും ഓർമ്മയുടെയും കലവറകളെ ആയിട്ടാണ്. ജീവിതം, അന്തസ്സും സമത്വം എന്നിവയും ബന്ധപ്പെട്ട മൗലിക അവകാശങ്ങൾ ദുർബലരെ കൂടി സംരക്ഷിക്കാനാണെന്നും കോടതി വ്യക്തമാക്കി.